ഏകദേശം 18,000 രൂപ വിലയുണ്ട്. ഇതാണ് നമ്മുടെ മണിയൻ. ഇത് മസാജ് എടുക്കുന്നുണ്ടോ, കമ്പൂട്ട് ആരും കുത്തിയൊന്നും പറഞ്ഞേക്കില്ല, എൻ്റെ ബോബനാണ്. കിളികൾ അസംബ്ലി ചേരുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവമേ കുഞ്ഞുങ്ങളുണ്ടാകും. ദേണ്ടേ ജിനോചാച്ചിന്റെ തോളയിൽ ഇരിക്കുന്ന ആരാ നോക്കി, ഇത് നമ്മുടെ പോത്തനാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇഗ്വാന. ഇവനെ നമ്മൾ മേടിച്ചിട്ട് ഏകദേശം ഒരു 2-3 മാസമായി. ഏകദേശം 18,000 രൂപ വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചോദിച്ചായിരുന്നു നമ്മുടെ ഒരു പെറ്റിനെ ഗീവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മുടെ ഇഗ്വാനെ നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ മൊത്തം കാണും കേട്ടോ. ആളിങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് പൊത്ത. ഇതുകൂടാതെ പപ്പയുടെ ദേഹത്ത് ഒരാളിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ മണിയൻ. ഇവനാണ് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ. ഇവനെ നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആയതേ ഉള്ളൂ. ഇതുണ്ടോ ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ടോ മണിയാ. ആൾക്ക് മസാജ് ഭയങ്കര ഇഷ്ടമാണ്. മണിയാ മണിയാ കണ്ണ് തുറന്ന് നോക്കി ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മണിയൻ പപ്പയുടെ ദേഹത്തിരിക്കുവാണ്. മണിയാ നോടി കാണിച്ച മണിയാ. ഇതുണ്ടോ ഗൈസ്, അവൻ ഉറക്കമാണ് കേട്ടോ. ഇവൻ പകൽ ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ അവനെ നമ്മുടെ അടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ മമ്മിയുടെ കയ്യിലൊരാളിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ മോട്ട് ദേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മമ്മീനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മോട്ടൂസ് ഒന്ന് കാണിച്ച് മുഖം. ഇതുണ്ടോ മോട്ട് മമ്മിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ ചോട്ടുവിനെ കാണിച്ചു തരാം. ചോട്ട് ദേണ്ട ഇതിലമഴി നടന്ന് നമ്മുടെ തൊമ്മൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. തൊമ്മ ഇങ്ങനെ വന്നേ. ഇതുണ്ടോ തൊമ്മനും ചോട്ടും ഇവിടെ കമ്പനി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊമ്മൻ ഇവിടെ നിന്ന് ചോട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ചോട്ട് ഇവിടെ തൊമ്മനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. തൊമ്മൻ ഇവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്, അഴിച്ചിടാൻ വേണ്ടി പറയുവാണ് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ ഞാനുണ്ട്, മമ്മിയുണ്ട്, അപ്പയുണ്ട്, പോത്തനുണ്ട്, തൊമ്മനുണ്ട്, ചോട്ടുമോട്ടും ഉണ്ട്, സോഷനുണ്ട്, സോളമനുണ്ട്, മാത്തനുണ്ട്, എല്ലാവരും മണിയനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംബോഡിയൻ സ്ക്വിറൽ 2 ഉണ്ട്. പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ബോബനും മോളയും. അവന്മാർക്ക് നമ്മളിവിടെ വലിയൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട്. ആ കാണുന്ന അവന്മാരുടെ കൂടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബോബനെ മോളിനെ അവന്മാരുടെ വലിയ കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോകണം, നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ടെന്ന്. ഗീവ് അവേ എന്താണ് നമ്മുടെ പോത്തൻ. അപ്പോൾ നമ്മൾ പോത്തനാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തൻ ഏകദേശം 1.5 വയസ്സുള്ള ഒരു ഇഗ്വാനയാണ്. അപ്പോൾ ഏകദേശം മാർക്കറ്റിൽ 18,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇന്നെ അറൗണ്ട് കേട്ടോ. അത് ഓരോ സ്ഥലത്തിൽ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കും. ഏകദേശം എത്രയാണ് പ്രൈസ്. അപ്പോൾ നമ്മൾ ഇവനെയാണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്ത് നമ്മളൊരു വലിയൊരു മരം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് എന്തോ പാണ്ടതാണ് കേട്ടോ. എന്ത് പാണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല. ഫൈക്കസ് പാണ്ട വെച്ചിട്ടുണ്ട്. ചോട്ടുമോട്ട മമ്മിയുടെ അവിടെ ഇരിക്കുന്നു. നമ്മൾ കാണിച്ചു ചോട്ടുമോട്ട് മമ്മിയുടെ അടുത്ത് ഇങ്ങനെ അവനെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവനവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് മസാജ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് മസാജ് ചെയ്യുമ്പോഴേക്കും അനങ്ങാതിരുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ഒരു ഫ്രൂട്ട്, ഇതെന്തോ ഒരു പഴം ഉണ്ടാകുന്ന മരമാണ്, അത് വെച്ചിട്ടുണ്ട്. അവിടെ വേറെ മരം ഉണ്ട്. നിങ്ങൾ ഈ ഇടയ്ക്കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫിഞ്ചും ജാവയൊക്കെ ഇരിക്കുന്നുണ്ടോ. എല്ലാവരും ഇരിപ്പുണ്ട്. ആർക്കും ഇപ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ ക്യാമറ അടുത്തേക്ക് കൊണ്ടു കേട്ടോ. ഇതുണ്ടോ എല്ലാവരും ഇരിപ്പുണ്ട്. എല്ലാവരും ഇവിടുന്ന് അവരുടെ തൂവലൊക്കെ ശരിയാക്കുകയും ഓരോ പരിപാടിയൊക്കെയാണ്. കുറേ ചപ്പും ചവറൊക്കെ കൊണ്ട് വെച്ചിരുന്നുണ്ടോ. ഉടനെ ഈ കാണുന്നിടത്തൊരു കൂട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അവന്മാർ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലോങ് ടെയിൽ ഫിഞ്ച് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇത് 2 കൂടാണ് കേട്ടോ. ഈ 2 കൂടിൽ ഇപ്പോൾ കിളി ഇരിപ്പില്ല. അപ്പോൾ ഇവന്മാർ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ജാവകളെല്ലാം അവിടെ കയറി നേരം ഇരിപ്പുണ്ട്. നമ്മുടെ സോളമനും ശോശമയും ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇവിടെ ഒരു ഇല്ലി വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു പേര വെച്ചു. നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പേരയ്ക്ക വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കിളികൾക്കെല്ലാം കടിക്കാനായിട്ടും അതുപോലെ കയറി ഇരിക്കാനായിട്ടൊക്കെ പേര നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മുടെ അണ്ണാന്റെ കൂട് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിലാണ് കൂട് പണിതിരിക്കുന്നത്. ഇതാണ് കേട്ടോ കൂട്. ഇതാണ് അണ്ണാന്റെ കൂട്. ഇത്രയും വലിയൊരു കേജ് ആണ്. അതിനകത്ത് നമ്മൾ ഒരു ഇല്ലി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു മഞ്ഞമുള ഇല്ലി വെച്ചിട്ടുണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം തറയിൽ കൂടെയൊക്കെ നടക്കാനായിട്ട് പറ്റും. മണ്ണിലൊക്കെ ഇറങ്ങാനായിട്ട് അവന്മാർക്ക് പറ്റും. അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു ഡോറാണ്. ഇത് കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു വലിയൊരു ഡോർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഈ കേജിന് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ നടുക്കൂടെ നമുക്കൊരു ഒരു ഇരുമ്പിൻ്റെ തകിടോ പ്ലേറ്റോ കേട്ടിട്ട് കഴിഞ്ഞാൽ ഇത് 2 കൂടായിട്ട് മാറും. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ ബോബനെ മോളിൽ നമ്മൾ കൂട്ടിലേക്ക് വിടാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് പപ്പ എപ്പോഴെങ്കിലും ട്രേഡിങ് ചെയ്തിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗീവ് വിൻ ചെയ്യാനായിട്ട് നമ്മുടെ താഴെ പറയുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ബ്രോക്കേഴ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ട്രേഡിംഗ് ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ അപ്സ്റ്റോക്സ് വഴി നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഷെയർ മേടിക്കാനായിട്ട് വിൽക്കാനും പറ്റും. സ്റ്റാർട്ടിംഗിൽ ഇത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എത്ര കൂടുതലായിരിക്കും? അത് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് കേട്ടോ. 100 രൂപ വെച്ചിട്ട് വരെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ട്രേഡിംഗ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. അപ്സ്റ്റോക്സിനെ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന രത്തൻ ഡാറ്റയാണ്. അപ്പോൾ അറിയത്തില്ല ആരോ രത്തൻ ഡാറ്റ അപ്പോൾ രത്തൻ ഡാറ്റയാണ് ഇവർ ബാക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ വിശ്വാസത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇഗ്വാന വഴി ചാടി പോകുന്നുണ്ട് കേട്ടോ. അപ്പയ്ക്ക് പാൻ കാർഡ് ഇല്ലേ? പാൻ കാർഡ് മാത്രമാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്. പാൻ കാർഡ് ചെയ്യാൻ പറ്റുമോ? പാൻ കാർഡ് മാൻഡേറ്ററി ആണ്. 2 മില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്സ്റ്റോക്സ്. ചാർട്ടിംഗ് ടൂൾസും അതുപോലെ തന്നെ 100+ ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ വളരെ കൂൾ ആയിട്ടുള്ള ഫീച്ചർ ആണ് ഡെലിവറി ട്രേഡ്സ് ഉണ്ടല്ലോ, ലൈഫ് ടൈം ഫ്രീ ആണ്. അതുപോലെ തന്നെ 20 രൂപ പെർ ഓർഡർ ഫോർ ഇൻട്രാഡേ. എനിക്ക് നിങ്ങളിപ്പോൾ ഉണ്ടല്ലോ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമ്മ ഇതിന്റെ അടുത്ത് സ്വർണ്ണം മേടിക്കുന്നതായിരിക്കും പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഡിജിറ്റലായിട്ട് ഗോൾഡ് മേടിക്കാൻ പറ്റും. കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടില്ല. അതായത് ഈ ആപ്ലിക്കേഷൻ വഴി ഉണ്ടല്ലോ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ഗോൾഡ് മേടിച്ച് വെക്കാനും പറ്റും, വിൽക്കാനായിട്ടും പറ്റും. നമ്മൾ കടയിൽ പോയി മേടിക്കുന്ന പോലെ ഡിജിറ്റലായിട്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ നമുക്ക് പൈസ ഒക്കെ ഇട്ടില്ല, ഡിജിറ്റൽ മണി നമ്മുടെ കയ്യിലില്ല, പക്ഷേ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. അതുപോലെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് മേടിച്ച് വെക്കാനായിട്ടും അത് വിൽക്കാനായിട്ടും പറ്റും. എപ്പോഴും മേടിക്കാം. അത് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒരു മിനിറ്റ് കേട്ടോ, നമ്മുടെ ഇഗ്വാനെ കൂട്ടിലിടാൻ വേണ്ടി പോകുന്നു. ചോദിച്ചാൽ അവനെ കൂട്ടിക്കരുട്ടോ, അല്ലെങ്കിൽ അവൻ ഫുൾ ഓട്ടമാണ് ഇതിലെ വഴി. സ്റ്റോക്സിൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്, ചാറ്റ് ഷെയറിംഗ് ആണ് പറയുന്നത്. അതായത് ട്രേഡിംഗിൽ നോളജ് ഉള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നോളജ് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇഗ്വാനെ എങ്ങനെയാണ് ഗിവ് അവേ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അപ്സ്റ്റോക്സിൽ ഇപ്പം 30 ദിവസത്തേക്ക് 0 ബ്രോക്കേജ് ഫീസ് ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ താമസിക്കേണ്ട, നിങ്ങൾ താഴെ പോയ ലിങ്കിൽ പോവുക, രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം വന്നിട്ട് ഒരു കമന്റ് ഇടുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിനാണ് നമ്മൾ പോത്തനെ ഗിവ് അവേ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ബോബനെയും മോളിനെ മാറ്റുന്നതിന് മുമ്പ് നമ്മളൊരു പേരക്കം എടുത്ത് നമ്മൾ അതിനകത്ത് വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മൾ ഇതിനകത്ത് ഒരു ഇല്ലി വെച്ചിട്ടുണ്ട്. ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഈ ഇല്ലി അങ്ങ് വളർന്ന് നല്ല തിക്കായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കയറി ഇരിക്കാനായിട്ട് ഒരു പേരക്കമ്പും കൂടെ വെക്കുവാണ്. ഓക്കെ, നമ്മൾ എല്ലാം അടച്ചിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് അബദ്ധം പറ്റുന്നതാണ്. നമ്മൾ അടിയിൽ തുറന്നിട്ടിട്ട് മേളിൽ കൊണ്ട് അണ്ണാനെ ഇടും. നമ്മുടെ മോളി ഓൾറെഡി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അത് കൂടാതെ ഒരു വലിയ കൂടും കൂടെ എടുത്ത് അതിന് വെക്കുവാണ് കേട്ടോ. ഈ ഒരു കൂടും കൂടെ എടുത്ത് നമ്മൾ നമ്മുടെ ബോബൻ്റെ കൂട്ടിലേക്ക് വെക്കുവാണ്. നമ്മൾ കൂടെ ഇവിടെ വെച്ചേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇമാരെ സെപ്പറേറ്റ് ചെയ്തിട്ട് കുഞ്ഞിനെടുത്ത് നമുക്ക് കൈ പിടിച്ച് ടേം ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളാണെങ്കിൽ ഇനി പോത്തിനെ എടുക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വന്ന് ഇന്നത്തെ ഒരു കാര്യം നോക്കാറുണ്ട്. നമ്മൾ നടക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഇതിനകത്ത് നമ്മുടെ കിളികളെല്ലാം കയറി ഇരിപ്പുണ്ട്. ആക്ച്വലി ഇതിനകത്ത് മുട്ടയുണ്ടോ നമ്മൾ എല്ലാ ദിവസവും നോക്കാറുണ്ട്. നമ്മൾ ഇതുവരെ മുട്ട കണ്ടിട്ടില്ല. ഇതാണ് ആ കാണുന്ന കൂട്ടിലൊക്കെ ഒത്തിരി കിളികളൊക്കെ ഇരിപ്പുണ്ട്. അവന്മാരൊന്നും ഇതുവരെ മുട്ട ഇട്ടിട്ടില്ല. ഇതുണ്ടോ, ഇവിടെ ഒരു കൂടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മുടെ മീനെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ മീനെ കാണിക്കാതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ എല്ലാ വീഡിയോക്കകത്ത് ഇവന്മാരെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് മീനെ കാണിക്കാതെ. അവിടെയാണ് നമ്മുടെ ബോബനും മോളി ഇരിക്കുന്നത്. ഗൈസ്, വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ ഫിഞ്ച് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പത്തയാണെങ്കിൽ അവന്മാർക്ക് നനയായിരിക്കാൻ വേണ്ടി ഇതിന്റെ മേളിൽ ഒരു ഗ്ലാസിന്റെ സാധനം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന്മാരിവിടെ ഭയങ്കര സെക്യൂർ ആണ്. ഇതുണ്ടോ, നമ്മൾ ഓർക്കിഡ് വെച്ച് കൊടുത്തതിന്റെ സൈഡിൽ അവന്മാരെ ഒന്ന് കൂടെ ഉണ്ടാക്കിയതാണ്. നോച്ചിന് ഇവിടെ വന്ന് എടുക്കും. ഞങ്ങളപ്പോൾ നേരെ അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇതിലുമ്പോഴേ നടക്കുന്നതൊക്കെ ഇച്ചിരി സൂക്ഷിച്ച് വേണം. അപ്പം നമ്മുടെ അടുത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അന്ന് ചോദിച്ചായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ തല വിടാഞ്ഞെന്ന്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടേക്ക് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളികൾക്ക് ശരിക്കും പറഞ്ഞാൽ ആരുടെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് വളരെ സെക്യൂർ ആയിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റും. നമ്മുടെ മോളി ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. മോളി ഇച്ചിരി പേടിച്ചിരിക്കുവാണ്. കുഴപ്പമില്ല, പേടിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കംബോഡിയൻ സ്ക്വിറലാണ്. ഒരു മെയിലും ഉണ്ട്, ഒരു ഫീമെയിലും ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഏകദേശം 65,000 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനെ എടുക്കാൻ പോകും, കൂടെ എടുക്കാൻ പോകും. ഇത് മാറ്റട്ടെ, ഇല്ല ഇത് ഈ സൈഡ് പോകുന്നു. അവള് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നുണ്ട്. എന്നെ കടിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മുടെ മോളി കൂടിനകത്ത് കയറി കേട്ടോ. അവൾ കൂടിനകത്ത് കയറിയിരിക്കുക. ഓക്കെ, ഓൾ സെറ്റ്. താഴെ ഞാൻ പിടിച്ചിട്ടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇവന്മാർ കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ കാര്യം പോക്കാം. അപ്പം കൂട്ടി കയറി മോളി അകത്ത് കയറിയിരിക്കും. കാണിച്ചെടുത്ത് അകത്ത് കയറും ചാക്കും അതുപോലെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരിയായിട്ട് നല്ല അടിപൊളി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കനമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് അടച്ച് പിടിച്ചുകൊണ്ട് എടുത്ത് വെക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ വാതിൽ അടച്ച് വെക്കും. എന്നിട്ട് നമ്മൾ ഈ കൂടോടെ എടുത്ത് അകത്ത് വെക്കും കേട്ടോ. മിക്കവാറും നിങ്ങൾക്ക് ഒരു ബ്ലൂപ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കൂട് കിടന്ന് വിറയ്ക്കുന്നുണ്ട്, എന്താ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മൾ കൂട് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് അടച്ചേക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ അണ്ണാനെ അഴിച്ചു വിടാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമ്മളിത് തുറന്ന് നോക്കാം. ഞാൻ ഇതിനകത്തെ കൂട് കാണിച്ചു തരാം കേട്ടോ. കൂടിനകത്ത് കുഞ്ഞുണ്ടോ ഇല്ലെന്ന് നോക്കുന്നതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ മോളിനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മോളിനെ ഇറങ്ങി പോകണം കേട്ടോ. മോളിയാണെങ്കിൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ ഗോപ്രോ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഗോപ്രോ എവിടെയെങ്കിലും വെക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ഗോപ്രോ അവിടെ ഇരിക്കട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പോയിട്ട് നമ്മുടെ ബോബനെ എടുത്തുകൊണ്ട് വരാം. ബോബനെ പിന്നെ അഴിച്ചുവിടാൻ എളുപ്പമാണ്, കാരണം അവൻ ഒറ്റക്കൂട്ടിലാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പോണ്ടിൻ്റെ ഫിൽറ്റർ നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ്. നമ്മളൊരു DIY ഫിൽറ്ററാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ബോബനെ എടുക്കാൻ വേണ്ടി പോവാം. അഴിച്ചുവിടല്ലേ, പിടിക്കാം. നമ്മൾ ബോബനെ എടുത്തിട്ടുണ്ട്. ബോബ ചാടിപ്പോല്ലേ. ഞാൻ നിങ്ങളെ അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ആളെ മോട്ടു ഇതെവിടെ നിൽക്കുന്നേ, ഒന്ന് പൊക്കെ അങ്ങോട്ട്. ഇതാണ് നമ്മുടെ ബോബൻ കേട്ടോ. ഇവനാണ് നമ്മുടെ കംബോഡിയൻ സ്ക്വിറലിൻ്റെ മെയിൽ. ഫീമെയിൽ നോക്കുവാണെങ്കിൽ ഫീമെയിലിന് ഒരു ബ്രൗണും വൈറ്റും ഷെയ്ഡാണ്. പക്ഷേ നമ്മുടെ മെയിലിനാണെങ്കിൽ നേരെ തിരിച്ച് ഒരു മഞ്ഞ കൂടിയ വൈറ്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഫീമെയിലിനെ അപേക്ഷിച്ച് ഇവന് വലിപ്പം കൂടുതലാണ് കേട്ടോ. പക്ഷേ നമ്മൾ അഗ്രസീവ്നെസ് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫീമെയിലാണ് അഗ്രസീവ്. മെയിൽ ഇച്ചിരി കാമൻ ക്വയറ്റാണ്. ഫീമെയിൽ ഭയങ്കര അഗ്രസീവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവനെ ഓടിച്ചിട്ട് ഭയങ്കര കടിയൊക്കെ കടിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവന്മാരെ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. നമ്മുടെ മോളി ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ മോട്ടു, എൻ്റെ പൊന്നു ഗൈസ്, നിങ്ങളിപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നതായിരിക്കും അല്ലേ. എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടോ അതിൻ്റെ പുറകെ വരുന്ന ഒരാളാണ് മോട്ടു. നമ്മളിതിൻ്റെ ഉണ്ടല്ലോ വാതിൽ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ചേർത്തിലേക്ക് വെച്ചേക്കുവാണ്. അത് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോബൻ ഇറങ്ങുമെന്ന് നോക്കാം. ഓക്കെ, ഇറങ്ങി നമുക്ക് ഇറങ്ങണ്ടേ ബോബ. ഇത് മസാജ് കൊടുക്കുന്നുണ്ടോ? കമ്പൂട്ട് ആരും കുത്തിയൊന്നും പറഞ്ഞേക്കില്ല. എൻ്റെ ബോബനാണ്. നമ്മൾ മസാജ് കൊടുക്കുവാണ്. ഞാനാണെങ്കിൽ കൈ കൊണ്ട് എല്ലാവർക്കും മസാജ് കൊടുക്കുന്നു. പക്ഷേ ബോബന് കൈ കൊണ്ട് മസാജ് ചെയ്താൽ കൈ കാണത്തില്ല. ബോബ ഇറങ്ങിക്കേ. ഗൈസ്, ബോബൻ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇറങ്ങടാ ചെറുക്ക. ഗൈസ്, ബോബൻ ഇതാ മണ്ണ് ഇറങ്ങി. ബോബൻ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, തിരിച്ചു വരുമോ? തിരിച്ചു വരരുത്. ഓക്കോ, ബോ മരത്തേക്കല്ല. ഓക്കെ ഗൈസ്, ബോബൻ ഇറങ്ങിയിട്ടുണ്ട്. വാതിലടച്ച്. അങ്ങനെ നമ്മുടെ കൂട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ബോബനാണ് കേട്ടോ. നിങ്ങൾ നോക്കുവാണെങ്കിൽ പുള്ളി ഏറ്റവും മേളിൽ നിൽപ്പുണ്ട്.
പുള്ളിക്ക് ഇതുവരെ സ്ഥലം മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഓട്ടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ആൾ വളരെ ക്വയറ്റും കാമും ആയിക്കോളും. നമ്മുടെ മോളി ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഈ ലോക്ക് കാണിച്ചു കൊടുത്തതിന് വെച്ചാൽ ഞാൻ ഈ ലോക്ക് അങ്ങ് താക്കാൻ പോകണം കേട്ടോ. ഈ ലോക്ക് താത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. മോളി ഇറങ്ങിക്കേടി മോളി. ഓക്കെ ഗൈസ്, അങ്ങനെ മോളി പുറത്തിറങ്ങിയിട്ടുണ്ട്. ബോബനും മോളി ഇപ്പോൾ ഒരു കൂട്ടിലായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ കൂട് എടുക്കണം. അപ്പോൾ ഈ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പുറത്ത്. ഇനിയിപ്പോൾ ഉള്ളൊരു നമുക്കുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപനെ ഇട്ടുകൊണ്ട് മോളി ഫുൾ ഓടിയിലായിരിക്കും. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ കൂടായതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ കൂടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കുഞ്ഞുണ്ടോ നോക്കുവാണ്. നമ്മൾ ദൈവമേ കുഞ്ഞുങ്ങളുണ്ടാകും. ഇല്ല, കുഞ്ഞില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഇതുണ്ടല്ലോ നമ്മുടെ എല്ലാ ബ്രാൻഡുകളുടെ ബെഡിനേക്കാളും നല്ല അടിപൊളിയായിട്ട് അമ്മ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് അഴിക്കുവാണ്. കാര്യം എന്താ വെച്ചാൽ അമ്മ വേറെ കൂടെ ഉണ്ടാക്കിക്കോളും. അതേപടി ഞാൻ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ദൈവമേ ഗൈസ്, മോളിയുടെ പരിപാടിയാണ് ഈ കാണുന്നത്. ഒരു ലെയർ ചകിരിയൊക്കെ, അടുത്ത ലെയർ ഇത് കണ്ടോ കയറ്, അതിനുശേഷം തുണി, അതിനുശേഷം അവൻ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് ഈ ഒരു ബുദ്ധി ഇല്ലാത്ത ജീവിതം നമ്മൾ വിളിക്കുന്ന ആനിമൽസ് ഉണ്ടാക്കിയതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള ജീവികളാണ് ഇവരൊക്കെ. ഇത് കണ്ടോ, നിങ്ങളൊന്നും കൂടെ നോക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാണിച്ചു തരാം. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പുറത്തെ ലെയർ എന്ന് പറഞ്ഞാൽ വളരെ റഫാണ് കേട്ടോ. വളരെ റഫായിട്ടുള്ള മെറ്റീരിയലാണ് അവൻ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം വരുവാണെങ്കിൽ ചാക്കുനൂലും കാര്യങ്ങളൊക്കെ, അതിനുശേഷം തുണിയൊക്കെ, പിന്നെ എന്തൊക്കെയോ മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നു. പിന്നെ ലെയർ കുറയുന്നതോളം അകത്തോട്ട് വരുന്നതോളം വളരെ സോഫ്റ്റ് ആയത്. വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിത് കാണിക്കാറില്ല. ഞാൻ കാണിച്ചു കൊടുത്തത് ഇതുകൊണ്ടോ, ഇത് ഭയങ്കര സോഫ്റ്റ് ആയത്. നമ്മുടെ ബെഡൊക്കെ പോലെ ചാക്കിൻ്റെ അത് ചാക്കുനൂല് കടിച്ച്. അപ്പോൾ ഇവൻ കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ബോബനെ മോളിനെ ഒരുമിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. ഇതങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇത് ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഇനി മോളി കൂടെ ഉണ്ടാക്കിക്കോളും. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മോളിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മോളി. നമ്മുടെ മോളി എന്ന് പറയുന്നത് നമ്മുടെ കംബോഡിയൻ സ്ക്വിറലിന്റെ ഫീമെയിലാണ്. അവളുടെ ഒരു സ്ട്രക്ചർ കണ്ടോ, അതായത് ഒരു കാപ്പിപ്പൊടി കൂടിയ കറുപ്പ് കളറും അതുപോലെ അടിയിൽ വൈറ്റ്. അവൾ വളരെ ചെറുതാണ്. പക്ഷെ നമ്മുടെ ബോബനെ ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കംബോഡിയൻ സ്ക്വിറൽ, മെയിലാണ്. ഇവൻ പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവനൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇവന് വലുപ്പം കൂടുതലുണ്ട്. നിങ്ങളിപ്പോൾ ബോബന്റെ പുറത്ത് കാണുന്ന ആ ഒരു ചെറിയ പാട് കണ്ടോ, അത് മോളി കടിച്ച് ഒരു മുറിവൊക്കെ ആയി നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ട് നമ്മൾ ശരിയാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഇപ്പോൾ റിക്കവർ ആയി കേട്ടോ. അതിൻ്റെ പേടിയാണ്. പുള്ളി എണ്ണത്തെ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. മോളൊന്നും ചെയ്തില്ല. ഇത്ര സ്പേസ് ഇല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് മോളിയുടെ ബോബന്റെ മോളിയുടെ കൂടെ എങ്ങനെയുണ്ട്? അടിപൊളി. കടി ഉണ്ടായില്ലെങ്കിൽ അതെ. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, ഇഷ്ടം പോലെ കളിയാൻ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൂടെ ഉണ്ടാക്കുന്ന എന്തിനു മേടിക്കാനായിരിക്കും ആർക്കെങ്കിലും ഊഹിക്കാവോ? ഇതുപോലത്തെ കൂടല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കാവിനെ മേടിക്കുന്നതാണ് ഇവിടെ ഉടനെ തന്നെ. മമ്മി ഇവിടെ നോക്കുന്നൊക്കെയുണ്ട്. മമ്മി, നമ്മുടെ ബോബന്റെ മോളിയുടെ കൂടെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് കൂടെ? എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ വിചാരിച്ച പോലെ കുഞ്ഞുണ്ടായിരുന്നോ? ഇനി കുഞ്ഞുണ്ടായിക്കോളും. എല്ലാത്തിനും സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ, നിങ്ങൾക്ക് ഈ കൂടെ ഇഷ്ടപ്പെട്ടോ? ജിനോജാസിന്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതാണ്. ഇത് കണ്ടോ, ഫോണെ മൊത്തം അവന്മാരെ കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ ഗോപ്രോയെ കാഷ്ടിച്ച് വെക്കരുത്. കിളികൾ അസംബ്ലി ചേരുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, എല്ലാവരും ഇത് നിരന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ കൂടിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഒരു 3 മാസം കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരങ്ങളൊക്കെ വളർന്ന് പന്തലിച്ച് ഇത് ശരിക്കും ഒരു മിനി ഫോറസ്റ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ നമ്മൾ മാറ്റും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ രസമായിരിക്കും. അതൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ പയ്യെ അപ്ലോഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമേ മീനിനെ കാണിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ കേട്ടോ, മീൻ നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി പോകണം. ജിനോശ, നമ്മൾ ഇതേ കോഴിക്കാർപ്പിന് ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോകണം. അമ്മ ഇവിടുത്തെ ബാടാ എല്ലാവരും ബാടാ, എല്ലാവരും വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മളെല്ലാ കോഴിക്കാർപ്പും വരുന്നുണ്ട്. ഇമാർക്ക് ഹാൻഡ് ഫീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹാൻഡ് ഫീഡല്ലേ, ഇമാർക്ക് ഫീഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് കയ്യിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എല്ലാവരും കഴിച്ചോളൂ. ഞാൻ നിങ്ങൾ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇത് കണ്ടോ, വെള്ളയൊക്കെ മമ്മിയുടെ കൈ കയറി തീറ്റ മേടിക്കുന്നത്. ഇത് കണ്ടോ, പപ്പയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കാവേ. എല്ലാവരും ഉണ്ട്. എൻ്റെ ക്യാമറ വെള്ളം തെറിപ്പിക്കാതെ പപ്പയുടെ കയ്യെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എല്ലാവരും. നിങ്ങളിത് കണ്ടോ. അങ്ങനെ നമ്മുടെ ഗൗര എല്ലാം പൊങ്ങി വരുന്നുണ്ട്. എല്ലാ മീനുകളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. മമ്മി നമ്മുടെ കോഴിക്കാർപ്പിനൊക്കെ തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഗ്വാനെ എടുത്ത് നമ്മുടെ ഗീവ് നമ്മുടെ പോത്തിനെ എടുക്ക്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പോത്തിനെ നമ്മൾ ഗീവ് ആയിട്ട് കൊടുക്കുന്ന കാര്യം അതെങ്ങനെയാണെന്ന് ഒന്നും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം, അക്കൗണ്ട് ഫ്രീ ആണ് കേട്ടോ 30 ദിവസത്തേക്ക്. അത് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇടുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റാണ് നമ്മൾ പോത്തിനെ അയച്ചു കൊടുക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കമന്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. എഡിറ്റഡ് കമന്റ് അലൗഡ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് കൂട്ടത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയും കൂടെ കമന്റ് ചെയ്യണം. എന്നാലേ നമുക്ക് വിന്നേഴ്സിന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിന്റെ സമയം എന്ന് പറയുന്നത് 10 ദിവസമാണ് കേട്ടോ. 10 ദിവസത്തിന് ശേഷമാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇസ്മി സെബിൻ സുരേഖ്, പിന്നെ മമ്മി, പപ്പ, ജിനോ ചാച്ചൻ, പോത്തൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആരുടെയെങ്കിലും കൊടുത്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. 18,000 രൂപയാണ് അതിന്റെ ഏകദേശം വില. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പോത്തനെ അല്ലാതെ അടിപൊളി. ഗീവേ കൊടുക്കാനുള്ള സാധനമാണ് കേട്ടോ. അതായത് നമ്മുടെ ലോങ് ടൈൽ ഫിഞ്ച് ഇവിടെ ഇരുന്ന് തീറ്റയൊക്കെ തിന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു പേടിയില്ലേ ഇവന്മാർക്ക്. അവർ വരുന്ന ഓക്കെ, അത് വരണേ വീട്ടിൽ പോണേ.
മമ്മി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാണ്. അതിന് മാത്രമല്ല വേറെ ഒന്നിനെ. ഇനിയിപ്പോൾ ഗിയോ വെക്കുവാണെങ്കിൽ മമ്മിയുടെ പോത്തിനെ പോലും ഞാൻ പറഞ്ഞില്ല. അത് മമ്മി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇനി ഗിയോ വെക്കുവാണെങ്കിൽ നമ്മുടെ കൂട്ടിലുള്ള ഒന്നിനെ വെക്കാതെ പുതിയൊരു സാധനത്തിന് മേടിച്ച് കൊടുക്കാനാണ് മമ്മിക്ക് താല്പര്യം. പക്ഷേ നമ്മളിതിപ്പോൾ പറഞ്ഞു പോയത് കൊണ്ടും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇപ്രാവശ്യം തരുവാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഗിയോ വെക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ പുതിയ സാധനങ്ങളെ മേടിച്ച് തരുള്ളൂ കേട്ടോ മമ്മി, ഉറപ്പായിട്ടും. ഓക്കെ, ഇങ്ങോട്ടേക്കോ മമ്മി വന്നേ. പപ്പേശ് ഇങ്ങോട്ട് ഇങ്ങനെ ക്യാമറ കാണുന്നേ. ഒരു മിനിറ്റ്. പോത്താ ഗീവ് വേക്ക് പോകാൻ വേണ്ടി റെഡിയാണോ? പോത്തൻ ഗീവ് വേക്ക് പോകാൻ വേണ്ടി റെഡിയാണോ പോത്താ? നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ എല്ലാവരുടെ അടുത്തും. ആ അങ്ങനെ ആ റെക്കോർഡിങ് നിൽക്കാം കേട്ടോ. ഹലോ അബേൽ, നമ്മുടെ മണിയൻ ഇരിക്കുന്നു. തൊമ്മാച്ചി, തൊമ്മ ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാവരോടും ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. കൂടിനകത്ത് നിന്ന് എടുക്കാത്തതിന് പിണങ്ങിയിരിക്കുവാന്ന് പറഞ്ഞ് പക്ഷേ അസുഖം വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൂടിനകത്ത് വെച്ച് പുറത്തിറക്കത്തില്ല കേട്ടോ. ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ.